ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് എല്ലാ തിങ്കളാഴ്ചകളിലും ഡോക്ടർ യൂനിസ് സാറിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ തുടർച്ച നമ്മൾ വീണ്ടും ഇന്നിവിടെ ഒത്തുകൂടുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ നമ്മളുടെ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മളുടെ അക്കാദമിയുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇന്ന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനും അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ യൂനിസ് സാറിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും പുതുതായി ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ യൂനിസ് സാർ എടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് മിറ്റേര ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഫാമിലി തെറാപ്പിസ്റ്റ് ആണ്, ഫാമിലി ഗൈഡൻസ് കൗൺസിലർ ആണ്. വിംബിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്ക് ഡോക്ടർ യൂനിസ് സാർ ലീഡ് ചെയ്യുന്നു. പുതുതായിട്ട് ഒരു കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ അറിയിക്കും. മാസ്റ്റർ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ ഇമോഷൻസ് എന്നുള്ള ഒരു ക്യാപ്ഷനിൽ ഒരു 3 days വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടും ചില പരിപാടികൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളും തീർച്ചയായിട്ടും ഗ്രൂപ്പിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ യൂനിസ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഡോക്ടർ യൂനിസ് സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ളതാണ്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെ, എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു വേർഡിന് ഭയങ്കരമായ ഫെമിലിയർ ആയ ഒരു വേർഡ് തന്നെ ആയിരിക്കും. ആർക്കും അങ്ങനെ പരിചയമില്ലാത്തൊരു വേർഡൊന്നും ആയിരിക്കില്ല. എന്നാലും നമ്മൾ അതിന്റെ ഒരു ബേസിക് ആയ കാര്യങ്ങൾ മുതലേ തുടങ്ങിയിട്ട് അതിന്റെ ടൈപ്സിനെ എങ്ങനെയാണ് അതിനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയായിരിക്കും ഇന്ന് നമ്മൾ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് അത് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഒരു ഡെഫിനേഷൻ വരുന്നത് തന്നെ എബിലിറ്റി ടു ഓൾട്ടർ ദ ബ്രെയിൻ ഫങ്ഷൻ, ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ ഓൾട്ടർ ചെയ്യാനുള്ള എബിലിറ്റി. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ബ്രെയിൻ എന്താണെന്നുള്ളതും എന്തൊക്കെയാണ് അതിന്റെ പാർട്സ് എന്നുള്ളതും എന്താണ് അതിന്റെ സെല്ലുകൾ, ന്യൂറോൺസ് എങ്ങനെയാണ്, ന്യൂറോൺസിന്റെ സിനാപ്റ്റിക് കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ്, എത്ര തരം സിനാപ്റ്റിക് കണക്ഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ഒരു പെരിഫറൽ ആയിട്ടുള്ള അറിവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും വിചാരിക്കും. കാരണം എന്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ പല രീതിയിൽ ഈ ടോപ്പിക്കുകളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് കുറച്ച് ചിലപ്പോ ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ഇത് ശരിക്കും നമ്മൾ ആ ഒരു വേർഡ് മുതൽ അതിനെ ഡിഫൈൻ ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ. അതായത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ബ്രെയിനിന് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ഒരു എബിലിറ്റിയാണ്. അതിന്റെ എബിലിറ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പുതിയൊരു എക്സ്പീരിയൻസസിലൂടെ അത് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഒരു ഫങ്ഷണൽ ചേഞ്ചിന്, സ്ട്രക്ചറൽ ചേഞ്ച്, ഫങ്ഷണൽ ചേഞ്ചിനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനും നമ്മളെ സഹായിക്കുന്ന ബ്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
അപ്പൊ സാധാരണ നമ്മുടെ ഒരു ന്യൂറോ സയന്റിസ്റ്റുകളിലെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കാൻ പറ്റും, റീവയർ യുവർ ബ്രെയിൻ ത്രൂ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ബ്രെയിനിനെ റീവയർ ചെയ്യുക. ഓൾറെഡി ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എന്താണോ, ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഫങ്ഷണൽ പ്രശ്നം എന്തായിരുന്നോ, ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നോ, അതിനെ ഒന്നും കൂടെ റിപ്പയർ ചെയ്തുകൊണ്ട്, റീവയർ ചെയ്തുകൊണ്ട് വീണ്ടും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ചെയ്യുന്നത്. ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു റിപ്പീറ്റഡ് എക്സ്പീരിയൻസസ് അവിടെ വരുന്നുണ്ട്. 2-3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത്. കാരണം അവിടെ കണക്ട് ചെയ്യുന്നത് ഒന്ന് ന്യൂറോൺസ് ആണ്, ഒന്ന് ബ്രെയിൻ സെല്ലുകളാണ്. ഈ ബ്രെയിൻ സെല്ലുകളും ബ്രെയിൻ സെല്ലുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ഷൻസും സിനാപ്റ്റിക് കണക്ഷൻസ് എന്ന് പറയും. അപ്പോ അതിനെ എന്താണ് നമുക്ക് അതിനൊരു ഇപ്പൊ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ലാപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഫോണിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ന്യൂറോൺസ് എന്താണെന്നുള്ളതും. അത് തന്നെ എന്താണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം, ന്യൂറോൺസ്, സിനാപ്റ്റിക് കണക്ഷൻസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു PPT ഒന്നും പ്രസന്റ് ചെയ്യാത്തതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ക്ലാസ് മുതലൊക്കെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിലിങ്ങിന്. അപ്പൊ ഞാൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ കോഴ്സുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വേർഷനും കോഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം നമുക്കിത് ഓരോന്ന് എന്താ പറയുക, എന്താണ് ന്യൂറോൺസ്, ന്യൂറോൺസിന്റെ കണക്ഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആ ന്യൂറോൺസിൽ ഓരോ കണക്ഷൻസിനും എന്ത് എക്സ്പീരിയൻസസ് ആണ് ഉള്ളത്, അതിലൂടെ എന്തൊക്കെ നെറ്റ്വർക്കുകളാണ് ഫോം ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ അതിന്റെ ബേസ് മുതലേ നമുക്ക് തുടങ്ങാനുണ്ട് ശരിക്കും. അപ്പോ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമ്മുടെ കയ്യിൽ എല്ലാവർക്കും ഉണ്ടാവും, എന്തൊക്കെയാണ് നമ്മുടെ തലച്ചോറിൽ മാറ്റങ്ങൾ വരുന്നത്, ഒരു പാറ്റേൺ വരുന്നുണ്ട്, ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും ന്യൂറോപ്ലാസ്റ്റിസിറ്റി പറയുന്നത്. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് വരുമ്പോൾ, നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കാര്യം ആദ്യം ചെയ്യുന്ന നമ്മളൊരു ഒരു പാട്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വയലിൻ ആദ്യമായിട്ട് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു കാർ ഡ്രൈവിംഗ് ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റവും, സ്ഥിരമായിട്ട് നമ്മൾ ആ ഡ്രൈവിംഗ് ചെയ്ത് 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 നമ്മളിൽ വരുന്ന മാറ്റങ്ങളും, ആ ഡ്രൈവ് ചെയ്ത് പല സ്ഥലങ്ങളിൽ പോയി പല കാര്യങ്ങൾ പഠിക്കുന്നതിൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളും, ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, ഇതിനെല്ലാം നമ്മൾ ബ്രെയിനിനെ സഹായിക്കുന്ന ഒരു എബിലിറ്റിയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏകദേശം നമ്മൾ എന്ത് കണ്ടു പഠിക്കുന്നു, നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികളാവുന്നത് മുതൽ, കുട്ടികളൊക്കെ നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ഒക്കെ നമുക്ക് എത്ര ഫാസ്റ്റ് ആണ് കുട്ടികൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികളിൽ എപ്പോഴും ഇവർക്കൊരു സാധാരണ മുതിർന്നവരിൽക്കാളും കൂടുതൽ ഫാസ്റ്റർ ആണ് ഈ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യം പഠിക്കാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും മുതിർന്നവരെക്കാളും. അപ്പൊ ആ ഒരു ആ ടൈമിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്നത് ശരിക്ക് എന്താണ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ആണ്. ആദ്യം ലിസൺ ചെയ്യുക, അത് കേട്ട് സംസാരിക്കുക. അപ്പൊ ലിസണിങ് സ്പീക്കിങ്ങിലേക്ക് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുക. ഭയങ്കരമായിട്ട് ഇപ്പൊ 2 ലാംഗ്വേജ് ഉണ്ടോ 3 ലാംഗ്വേജ് ഉണ്ടോ, അവർക്ക് പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്യാനും പഠിക്കാനും പറ്റുന്നു. അപ്പൊ അതിനവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സിസ്റ്റമാണ്. കാരണം അവിടെ ഏതൊക്കെ രീതിയിലാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിക് ചേഞ്ചസ് നടക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം ആ ഒരു 3 ഡിഫറെന്റ് ആയിട്ടുള്ള വഴികളുണ്ട്. ആ 3 ഡിഫറെന്റ് വഴികൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതില് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ചസ് ആണ്. 3 വഴികളാണ് നമ്മൾ പറഞ്ഞതിൽ ഒന്നാമത്തത് കെമിക്കൽ ചേഞ്ചസ് ആണ്. കെമിക്കലി എന്തൊക്കെ രീതിയിൽ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂറോൺസ് തമ്മിൽ, ഒരു ന്യൂറോണ് മറ്റൊരു ന്യൂറോൺ, ഒരു ബ്രെയിൻ സെല്ല് മറ്റൊരു ബ്രെയിൻ സെല്ലിലേക്ക് കണക്ട് ചെയ്യുന്ന അറിവുകൾ എങ്ങനെയാണ് അത് പാസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ബയോകെമിക്കൽ റിയാക്ഷൻസ്, ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അത് ശരിക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിനിൽ എന്ത് ചേഞ്ചാ വരുന്നത് വെച്ചാൽ ഒരു ഷോർട്ട് ടേം മെമ്മറി സിസ്റ്റമാണ് അവിടെ നടക്കുന്നത്. അതായത് ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മളൊരു ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാണുന്ന ഓരോ കാഴ്ചകളും
എപ്പോഴും നമ്മൾ ഓർമ്മയിൽ തന്നെ നിൽക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിൽ പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കെമിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം ആ കെമിക്കൽ ഇപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അതൊക്കെ ഞാൻ ഒന്നും കൂടെ പറയാണ്, കാരണം ആ ഒരു ടോപ്പിക് നമുക്ക് ഇവിടെ ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ പറയാണ്. അവിടെ നമുക്ക് ഡോപ്പമൈൻ ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് ഒരുപാട് ന്യൂറോ കെമിക്കൽസ് ഉണ്ട് അല്ലെ. ഈ ന്യൂറോ കെമിക്കൽസ് എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന ഒന്ന് ഡോപ്പമിൻ ആണ്, സെറട്ടോണിൻ ഉണ്ട്, ഗ്ലൂട്ടമേറ്റ് ഉണ്ട്, അസെറ്റിൽ കൊളൈൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാം എപ്പോഴാണ് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സെറട്ടോണിൻ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ഒരു റിപ്പീറ്റ്, ഇപ്പൊ നമ്മളൊരു ഒരു തുണി എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മുണ്ടെടുത്തിട്ട് നമ്മളത് ഇങ്ങനെ അല്ലെങ്കിൽ ഷർട്ടോ ഡ്രസ്സോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിപ്പീറ്റഡ്ലി നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ സ്റ്റിച്ചിങ്ങിൽ ഓരോന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, സെറോട്ടോണിൻ വർക്ക് ചെയ്യുന്നത്, സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു റിപ്പീറ്റഡ് ആക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ, ഒരു റിപ്പീറ്റഡ് ഒരു സിസ്റ്റം നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് സെറോട്ടോണിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാണ്. ഈവൻ നമ്മളിപ്പോ നോക്കുക റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒബ്സസീവ് ആയിട്ടുള്ള ബിഹേവിയറിൽ നല്ല സെറോട്ടോണിൻ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വരും. അത് സെറോട്ടോണിൻ ആണ് അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ. അവിടെ ആ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അവിടുന്ന് മുതൽ ആ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കെമിക്കൽ സിസ്റ്റം നടക്കുന്നതിലൂടെ തന്നെ മെല്ലെ മെല്ലെ ആ ഡോപ്പമിൻ ഹൈക്ക് വരുന്നു. ആ ഡോപ്പമിൻ നമുക്ക് നല്ലൊരു പ്ലഷർ ഉണ്ടാക്കി തരുന്നു. ആ പ്ലഷറിലൂടെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഹോർമോൺസിലേക്ക് കണക്ട് ചെയ്യുന്നു, ഓക്സിറ്റോസിലേക്ക് കണക്ട് ചെയ്യുന്നു, പല രീതിയിലുള്ള നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെ അത് കുറക്കുന്നു, കോർട്ടിസോളുള്ള പോലുള്ള ഹോർമോൺസിന്റെ അളവുകൾ അത് കുറക്കുന്നു, സന്തോഷം ഉണ്ടാക്കി തരുന്നു. അത് ഭയങ്കര സ്ട്രെസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആ കാര്യത്തെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ കോർട്ടിസോൾ അളവുകൾ കൂട്ടുന്നു. അപ്പോൾ ആ റിപ്പീറ്റഡ് ആക്ഷൻസ് ഉണ്ടല്ലോ, ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചിന്തകളായിക്കോട്ടെ, റിപ്പീറ്റഡ് ചെയ്യുന്ന നമ്മളെ കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഈ പറയുന്ന ന്യൂറോ കെമിക്കൽ സിസ്റ്റത്തിലാണ് നടക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഇതിന്റെ നോട്ട്സ് നമുക്ക് നോക്കാം, ഞാൻ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആ ബ്രെയിനിന്റെ എന്താണ് ഇത് കറക്റ്റ് ആയിട്ടും ശ്രദ്ധിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ അതിന്റെ ശേഷമൊക്കെ നമുക്ക് നോട്ട്സിനെ പറ്റി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ ഇത് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കെമിക്കൽസിലേക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ന്യൂറോ കെമിക്കൽസ് ആണല്ലോ. ഇപ്പൊ ന്യൂറോ കെമിക്കൽസ് എന്ന് പറയുന്ന സംഭവങ്ങൾ എത്രത്തോളം നമുക്ക് ഡോപ്പമീനും സെറട്ടോണിനും ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളൊരു കാര്യത്തെ ഒരേ വിഷയം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരേ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. ആ സൈക്കിൾ ചവിട്ടുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം, അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ചേഞ്ച് മാത്രമാണ് ന്യൂറോ കെമിക്കൽ ചേഞ്ചിലൂടെ നടക്കുന്നത്. ഇനി രണ്ടാമത് വരുന്നത് അതിലൂടെ, കാരണം അതൊരു ഷോർട്ട് ടേം ആയിരിക്കും. ഈ ന്യൂറോ കെമിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. അത് ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് പെട്ടെന്ന് നമ്മൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ സിറ്റുവേഷനിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഓരോ തോട്ട് പ്രോസസ്സ് വരുന്നുണ്ട്. ഒരു വിഷയം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം വരുന്നുണ്ട്, അതിന് അഡ്ജസ്റ്റന്റ് ആയ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അത് കുറച്ച് നേരത്തേക്കാണ് നമ്മുടെ ആ ഒരു മെമ്മറിയിൽ വരുന്നതും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതും. അതിനുശേഷം അത് കൺവേർട്ട് ചെയ്യുന്നത് നേരെ സ്ട്രക്ചറൽ ചേഞ്ച് ആയിട്ടാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ കെമിക്കൽ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ രണ്ടാമത്തത് സ്ട്രക്ചറൽ ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുന്നത്, അപ്പൊ അവിടെ നമുക്ക് കുറച്ച് ബ്രെയിനിന്റെ അതേ കോൺസെപ്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലേ എന്താണ് ഇതിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ന്യൂറോൺ ടു ന്യൂറോണിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടെ ന്യൂറോ കെമിക്കലായിട്ട് എന്താ സംഭവിക്കുന്നത് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ടേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ന്യൂറോ കെമിക്കൽ സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമുക്കൊന്നും ഇങ്ങനെ പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആണ്. സ്ട്രക്ചറൽ എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് എന്താണ് ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കാര്യത്തെ ഒരു ലോങ് ടേം മെമ്മറിയിൽ പോകും. മറ്റേ നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞു, ഇത് ലോങ് ടേം മെമ്മറിയാണ്. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പിയാനോ പഠിക്കുകയാണ്. പിയാനോ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം നമ്മൾ അതിങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര യെസ് അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും. അത് ശരിക്കും ഒരു കെമിക്കൽ ചേഞ്ച് ആണ്.
അവിടെ നമുക്ക് ആ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഇന്നലെ പഠിച്ചതുപോലെ ചിലപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റിക്കോളാൻ നിർബന്ധമല്ല. അപ്പൊ ഇന്ന് ഞാൻ കാർ ഓടിക്കാൻ പഠിക്കുന്നു, കാർ ഞാൻ നന്നായിട്ട് ഓടിക്കുന്നു, എന്റെ കൂടെ ഒരാളുണ്ട്, ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള ആൾ കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ വണ്ടി ഒക്കെ ഒന്ന് കുറച്ച് മുന്നോട്ട് എടുത്ത് ഗിയറൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം ആ കാറൊക്കെ പഠിച്ചു, കാറൊക്കെ ഉഷാറായി. പിറ്റേന്ന് ദിവസം രാവിലെ വന്നിട്ട് ഞാൻ ചെയ്തു നോക്കുമ്പോൾ എനിക്കത് ഒരു കണക്ട് ചെയ്യൂല. ചിലപ്പോൾ എന്തോ കാര്യങ്ങൾ ഞാൻ മറന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മളിൽ വരുന്നത് ആ ഫസ്റ്റ് ഡേ സംഭവിച്ചത് കെമിക്കൽ ചേഞ്ച് ആണ്. ആ കെമിക്കൽ ചേഞ്ച് ഷോർട്ട് ടേം ആണ്. അത് രണ്ടാമത്തെ ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ, ഇന്നലെ ചെയ്തതുപോലെ ഇന്നും അത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ഒന്നും കൂടെ മെമ്മറിയിൽ അത് കവർ ആവുള്ളൂ. എത്രത്തോളം ഇത് ചെയ്ത് 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 ആ കണക്ഷൻ സ്ട്രോങ് ആവുന്നോ അതിനനുസരിച്ചാണ് സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു 4 മാസം എടുത്തിട്ട് ഡെയിലി ചെയ്ത് 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 ഞാൻ അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 4 മാസം കൊണ്ട് കാറ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സിസ്റ്റം എന്നിൽ മെമ്മറൈസ് ചെയ്തു. അതവിടെ സ്ട്രക്ചറൽ ചേഞ്ച് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ പറയാറില്ലേ, സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ ആരും മറക്കൂല, ഓട്ടാൻ ആർക്കും മറക്കൂല എന്ന് പറയും. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ നീന്താൻ ആരും മറക്കൂല, കുറെ കാലം നീന്തിയിട്ടില്ലെങ്കിലും നമുക്ക് നീന്താൻ പറ്റും. അതായത് ഇതൊക്കെ ഒരു പുതിയ കാര്യം പഠിക്കുന്നത്, ലാംഗ്വേജ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമുക്കതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അതിന്റെ ആ ഫ്ലോയിലേക്ക് പോകുമ്പോഴേക്കും ബ്രെയിൻ അത് റെക്കഗ്നൈസ് ചെയ്ത് ആ ഒരു മെറ്റീരിയൽ എന്താണെന്ന് എടുത്ത് നമുക്ക് കൃത്യമായി തരികയും നമ്മളെ കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അതിന്റെ വഴിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾ ഓരോ വിഷയത്തെയും നമുക്ക് കാണാനും അത് മനസ്സിലാക്കി നമ്മുടെ സെൻസസിലൂടെ മനസ്സിലാക്കി ഇൻഫോർമേഷൻസിനെ കറക്റ്റ് ചെയ്ത് അത് ആ എക്സ്പീരിയൻസിനെ ഫീൽ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ബ്രെയിനിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന രണ്ടാമത്തത്, അതായത് സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ, ഒരു കാർ നമ്മൾ ഓടിക്കാൻ പഠിക്കുന്നതായിക്കോട്ടെ, നമ്മൾ പിയാനോ പഠിക്കുന്നതായിക്കോട്ടെ, ഒരു ലാംഗ്വേജ് പഠിക്കുന്നതായിക്കോട്ടെ, കാര്യമായിട്ട് ഈ ലാംഗ്വേജിന്റെയും ഈ പറയുന്ന കാര്യങ്ങളിലേക്കാണ് ഈ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരും, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഈ പഠിക്കുന്നിടത്ത് റിപ്പീറ്റഡ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയൊരു സന്തോഷം, ഒരു മാറ്റമൊക്കെ കിട്ടും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കെമിക്കൽ ചേഞ്ച്. അത് റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു സ്ട്രക്ചറൽ ചേഞ്ച് ആയിട്ട് മാറുകയും അത് നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്ക് ആ ഒരു സാധനം മെമ്മറൈസ് ചെയ്ത് വെക്കുകയും ചെയ്യും. പിന്നെ അതിന്റെ ശേഷം വരുന്നതാണ് ഫങ്ഷണൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് അത് ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഫങ്ഷണൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്ത് ഇസ്കീമിക് ചേഞ്ചസ് നടക്കും. ഇപ്പൊ ആ ഒരു ബ്ലഡ് ഫ്ലോ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് പല രീതിയിലുള്ള നെക്രോസിസ് പോലെയോ അല്ലെങ്കിൽ ഗാംഗ്രീൻ പോലെയൊക്കെയുള്ള ഒരു ചേഞ്ച് ന്യൂറോൺസിൽ വരികയും അങ്ങോട്ടേക്ക് ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ നിൽക്കുന്ന സമയത്ത് അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് തന്നെ ബോഡി അതേ സിസ്റ്റത്തെ അതേ രീതിയിൽ വേറൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ്ലി നമ്മൾ പല ഫിസിയോതെറാപ്പികളും പല മെന്റലി കുറെ സിസ്റ്റം കൊടുക്കുന്നു, ഫിസിക്കലി നമ്മൾ പല സിസ്റ്റങ്ങളും കൊടുക്കുന്നു. അപ്പൊ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ഒരാൾക്ക് ഒരു ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും കൊടുത്ത് അയാൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ആ ഒരു കട്ടായി പോയ ആ ഒരു സിസ്റ്റത്തെ ബ്രെയിന് റീഫോം ചെയ്തിട്ട് നമുക്ക് വീണ്ടും റിക്കവറി തരുന്ന ഒരു സിസ്റ്റമാണ് ഫങ്ഷണൽ ചേഞ്ച്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ കെമിക്കൽ ചേഞ്ചിൽ നിന്ന് സ്ട്രക്ചറൽ ചേഞ്ചും പറഞ്ഞു. ഇനി മൂന്നാമത് പറയുന്നത് ഫങ്ഷണൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് എന്താണെന്ന് ആദ്യം പറയാം. സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സപ്ലൈ, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ക്ലോട്ട് ഫോം ചെയ്യുന്നു. ആ ക്ലോട്ട് ഫോം ചെയ്യുന്ന സമയത്ത് അത് ഏത് ഭാഗമാണോ അതിനനുസരിച്ചുള്ള സൈഡിലേക്ക്, റൈറ്റ് സൈഡിലാണ് ക്ലോട്ട് വരുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ഹെമിപ്ലാജിയ വരും, പാരലൈസ്ഡ് ആവാം, അല്ലെങ്കിൽ സെൻസേഷൻസ് കുറയാം, അല്ലെങ്കിൽ നമുക്ക് പാരസ്തേഷ്യ ആയിട്ട് പല രീതിയിൽ തോന്നാം, അല്ലെങ്കിൽ മൂവ്മെന്റ് റെസ്ട്രിക്റ്റ് ആവാം. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ രണ്ടാമത് നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ആള് നല്ല രീതിയിൽ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്ത്, ഇപ്പൊ ഞാൻ നമ്മുടെ ഒരുപാട് പേഷ്യൻസിൽ ഇപ്പോൾ സ്ട്രോക്ക് വന്ന കേസുകളിൽ തന്നെ നമുക്കറിയാം, നല്ല മൈൻഡ് സെറ്റ് കൊടുക്കുകയും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്ത് നല്ല കോൺഫിഡൻസിൽ വന്ന ആൾക്കൊക്കെ എണീറ്റ് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ്.
അതായത് ഓൾറെഡി ഒരു കണക്ഷൻ പ്രോബ്ലം അവിടെ ഒരു സർക്യൂട്ട് ഇഷ്യൂസ് നമ്മൾ ബ്രെയിനിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവിടെ ബ്ലഡ് സപ്ലൈനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്നിട്ടും ബോഡി അതിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, അതിന് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബ്രെയിൻ അതിനെ റീഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വഴിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കെമിക്കൽ ആയിട്ടുള്ള, അത് ഷോർട്ട് ടേം ആണ്, ചെറിയ കാര്യങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ മാത്രം നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് ലോങ് ടേം ആണ്, സ്ഥിരമായിട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുമ്പോൾ അത് ഫങ്ഷണൽ ചേഞ്ച്. അത് മൂന്നാമത്തെ വഴിയാണ് ഫങ്ഷണൽ ആയിട്ട് വരുന്ന ചേഞ്ച്. ഫങ്ഷണൽ എന്ന് പറഞ്ഞ കാര്യം നമ്മളിപ്പോ ഒരു ഇതേപോലെ സ്ട്രോക്കിന് പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന അല്ലെ, നമ്മുടെ റൈറ്റ് ഹാൻഡിന് ഭയങ്കര ബലം ഉണ്ടെന്നൊക്കെ പറയില്ലേ. നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ബ്രെയിനിന്റെ ഭാഗത്ത് അത് ഭയങ്കരമായ സെൻസേഷൻസും സ്റ്റിമുലേഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിമുലേഷൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നതിന് തന്നെ ആ ഒരു ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ എക്സ്പാൻഷൻ വരികയും നല്ല രീതിയിൽ തന്നെ ഫങ്ഷൻസ് അവിടെ ഡെലിവറി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൊണ്ടാണ്. അതേപോലെ സ്പേഷ്യൽ മാപ്പിംഗ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇപ്പോൾ ടാക്സി ഡ്രൈവേഴ്സ്, ഇപ്പൊ കൊച്ചിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി പുറത്തൊക്കെ ഭയങ്കര ട്രാഫിക് ഉള്ള ഇപ്പോൾ ലണ്ടൻ പോലെയുള്ള നഗരങ്ങളിലായിക്കോട്ടെ, അവിടെയുള്ള ടാക്സി ഡ്രൈവേഴ്സ് ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് തന്നെ എല്ലാ നാടും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അവർ സ്ഥിരമായിട്ട് പോയി അവരുടെ ഒരു മാപ്പിംഗ് സിസ്റ്റം തന്നെ ഭയങ്കരമായ ഹാർഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് മാനേജ് ചെയ്യുകയും നല്ല രീതിയിൽ കണക്ടിവിറ്റി ഫോം ചെയ്യുകയും സ്ട്രോങ് സിനാപ്റ്റിക് കണക്ഷൻസ് ഉള്ള ഒരു മാപ്പിംഗ് ആയിരിക്കും അവർ ബ്രെയിനിൽ ഉണ്ടാവുക. കാരണം അത് ആ ചെയ്ത് അതൊരു ഫങ്ഷണലി ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ വരെ മാറ്റാൻ തക്ക രീതിയിൽ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലൂടെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കഴിവുകൾ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ലോകത്ത് ഒരു കഴിവും ചെയ്യാൻ, ഇപ്പൊ ഒരാൾക്ക് പാടാൻ കഴിവില്ല. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിവില്ല എന്ന് പറയുന്ന സംഭവം ശരിക്കും ഇല്ല എന്നാ പറയാം. കാരണം ഒരു കാര്യം അയാൾക്ക് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ തലച്ചോറ്, നമ്മുടെ ബ്രെയിനിനെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ നമ്മുടെ വീട്ടിൽ ഒരു ലാംഗ്വേജ് പറഞ്ഞതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും ഒരു ലാംഗ്വേജ് പറയുന്നത്. നമുക്ക് റിപ്പീറ്റഡ്ലി എന്താണ് ഒരു ഹിന്ദിയും ഒരു ഇംഗ്ലീഷും ഒരു മലയാളവും നമ്മൾ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും അതുപോലെ തന്നെ എല്ലാ ഭാഷയും മാതൃഭാഷയായിട്ട് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നു. കാരണം നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഓരോ സിസ്റ്റത്തിലെ എല്ലാത്തിനും നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക ഹാബിറ്റ് ആക്കുന്നു, ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഏതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിലൂടെയാണ്. കാരണം ഈ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നതിൽ ഇപ്പൊ നമുക്കതിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എന്താണ് കെമിക്കൽ ഉണ്ട്, സ്ട്രക്ചറൽ ഉണ്ട്, ഫങ്ഷണൽ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഏകദേശം വേറൊരു ടൈപ്പ് പ്ലാസ്റ്റിസിറ്റിയാണ് കോമ്പൻസേറ്ററി പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അത് കോമ്പൻസേറ്ററി പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിവില്ലാത്ത ഒരാൾ, കാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് അയാൾക്ക് ശരിക്കും ടച്ച് ചെയ്തിട്ടായിരിക്കും കൂടുതൽ സെൻസേഷൻ വരിക. അപ്പൊ കാഴ്ച ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ചയുടെ ഒരു പ്ലാസ്റ്റിക് സിസ്റ്റം കൂടുതൽ കൊടുത്തിട്ടുണ്ടാവുക ടച്ചിലായിരിക്കും. അത് നമ്മൾ നേരത്തെ പറയാം ദൈവം കൂടുതൽ കൊടുത്തതാണ്. ദൈവം നേരത്തെ കൊടുക്കുന്നതല്ല, അതൊരു സിസ്റ്റമാണ്. ബ്രെയിൻ അതൊരു സിസ്റ്റമാണ്. ആ ബ്രെയിൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ സംവിധാനിച്ച് വെച്ചേക്കുവാണ്. അത് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഭാഗം കട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബോഡി അതിന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു വഴി ശരീരം അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ബ്രെയിൻ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ടച്ച് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഇംപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ ടച്ചിലൂടെ അത് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്ത് ഈ ടച്ചിലൂടെ അത് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ടച്ചിലൂടെ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ബയോകെമിക്കൽ ചേഞ്ചസ് നടക്കും, പിന്നെ അത് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരും, പിന്നെ അത് ഫങ്ഷണൽ ആയിട്ട് മാറ്റങ്ങൾ വരും. അതെങ്ങനെയാണ്? അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ്, അതായത് ആ വിഷ്വലി ഉള്ള ഒരു സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്ററി ആക്കിയിട്ട് കേൾക്കാം അല്ലെ. കേൾവിയിലൂടെ നമുക്ക് കാഴ്ച കിട്ടും, തൊടുന്നതിലൂടെ നമുക്ക് കാഴ്ച കിട്ടും. ആ കിട്ടുന്നത് വിഷ്വലി ഓഡിറ്റായി നിൽക്കുന്ന കാര്യം, വിഷ്വലി നമുക്ക് കാണേണ്ട ഒരു വിഷയത്തെ ഓഡിറ്ററി രീതിയിൽ നമുക്ക് അതിനെ സ്റ്റിമുലസ് കൊടുത്ത് നമ്മൾ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ നമുക്ക് സെൻസ് ചെയ്യിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പൊ ഇതെല്ലാം ഈ കോമ്പൻസേറ്ററി പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇന്റലിജന്റ് പ്ലാസ്റ്റിസിറ്റിയാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത്. ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഏത് എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതിന് കൃത്യമായുള്ള എക്സ്പീരിയൻസസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പണി. അപ്പൊ ഇവിടെ ഒരു ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിന് എന്ത് രീതിയിലുള്ള എക്സ്പീരിയൻസസ് വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് നടക്കുന്നതിന് എക്സ്പീരിയൻസ് വേണം. എബിലിറ്റി
ടു എന്താണ് ചേഞ്ച് ദ സിസ്റ്റം ഓഫ് അവർ ബ്രെയിൻ ത്രൂ, അല്ലെ ഫങ്ഷണൽ ആയിക്കോട്ടെ സ്ട്രക്ചറൽ ആയിക്കോട്ടെ, ആ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനുള്ള എബിലിറ്റിയാണ് ത്രൂ എക്സ്പീരിയൻസസ്. നമ്മൾ ചെയ്യുന്ന എക്സ്പീരിയൻസസിലൂടെയാണ് അത് ചേഞ്ച് ആവുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം പാറ്റേണിൽ ഹാബിറ്റ് ആവുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട്, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ന്യൂറോ പ്ലാസ്റ്റിക് ചേഞ്ചസ് പ്രായമായ ഉണ്ടാവില്ല. അതിൽ ലിറ്ററലി അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷെ എല്ലാ കാലത്തും ന്യൂറോ പ്ലാസ്റ്റിക് ചേഞ്ചസ് നടക്കുന്നുണ്ട്. നമ്മൾ അതിന് കൂടുതൽ എഫേർട്ട് ഇടുന്നതിനനുസരിച്ചായിരിക്കും പിന്നെ പ്രായം കൂടുന്നതനുസരിച്ച് വരിക. അപ്പൊ ഒരാൾക്ക് ഒരു എന്താണ് ഈ 60 വയസ്സായ സമയത്താണ് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണം, ഇതുവരെ കമ്പ്യൂട്ടർ ഒന്നുമില്ല, അയാൾക്ക് പഠിക്കാൻ പറ്റും. അയാൾ കൂടുതൽ എഫേർട്ട് ഇടണമെന്നുള്ളൂ. ആ ഒരു 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ ഇടുന്ന എഫേർട്ട് മതിയാവില്ല ഒരു 40 വയസ്സിലോ 50 വയസ്സിലോ ആ ഒരു സിസ്റ്റം പഠിക്കാൻ. അപ്പൊ കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ട് ഇട്ട്, കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് കൊടുത്ത്, കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ പല രീതിയിൽ നമ്മളും പഠിക്കുന്നതായിക്കോട്ടെ, നമ്മൾ മറ്റുള്ളവർ പഠിക്കുന്നതായിട്ടോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ചേഞ്ചസ് വരെ നമ്മൾ മറ്റുള്ളവരെ കാണുന്ന പെർസ്പെക്ഷൻസ്, നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ്സിലായിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന അറിവുകളായിക്കോട്ടെ, നമ്മുടെ സെൻസസിലൂടെ നമ്മൾ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇൻഫോർമേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാമാണ് നമ്മുടെ എക്സ്പീരിയൻസസിനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന അനുഭവങ്ങൾ, നമ്മൾ കേൾക്കുന്ന അറിവുകൾ, നമ്മൾ എന്താ പറയുക സെൻസസിലൂടെ മാത്രമല്ല, അല്ലാതെ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതായത് നമുക്ക് കിട്ടുന്ന അറിവുകളിലൂടെയും കാഴ്ചയിലൂടെയും ഈ 5 സെൻസസിലൂടെ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ എടുക്കുന്ന ഇൻഫോർമേഷൻസ് നമ്മുടെ എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് അവിടെ ബിലീഫ് സിസ്റ്റം വരുന്നുണ്ട്, നമ്മുടെ വിശ്വാസങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ ഇന്റൻഷൻസ് വരുന്നുണ്ട്, നമ്മുടെ പാസ്റ്റ് വരുന്നുണ്ട്, നമ്മുടെ പ്രസന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മുടെ സറൗണ്ടിങ് വരുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് തരത്തിൽ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സക്സസിലൂടെ എത്താൻ പറ്റുള്ളൂ. അതായത് ന്യൂറോ പ്ലാസ്റ്റിക് ചേഞ്ചസ് നമ്മളിൽ ഉണ്ട് എന്നുള്ളതും അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതും ഒക്കെ നമുക്കറിയാം, അല്ലെ? ഇപ്പൊ ഇന്ന് നമുക്കൊരു മടി തോന്നിക്കഴിഞ്ഞാൽ ആ മടി നാളെ നമുക്ക് തോന്നുന്നത് ആ ഒരു ചേഞ്ച് വരുന്നതുകൊണ്ടാണ്. നമുക്ക് ഒരേ പാറ്റേൺ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള കാരണം ന്യൂറോ പ്ലാസ്റ്റിക് ചേഞ്ചസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ചേഞ്ചസ് നമുക്ക് റിപ്പീറ്റഡ്ലി നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചു, അത് ചെയ്തില്ല, എന്തൊരു മടി കാരണം ചെയ്തില്ല. ആ നാളെ രാവിലെ നമുക്ക് ആ ഒരു മടി വരാനുള്ള പോസിബിലിറ്റി ആൻഡ് പ്രൊബബിലിറ്റി കൂടുതലാണ്. അത് നാളെയും ചെയ്തു കഴിഞ്ഞാൽ മറ്റന്നാളത്തേക്കും അതിന്റെ പിറ്റേന്നേക്കും പിന്നെ എങ്ങനെ വരുന്നത് അതിന്റെ ഇങ്ങനെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്ന് അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയി മാറും. ആ നെഗറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് സ്ട്രക്ചറൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ആ നെഗറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ഫങ്ഷണൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ടൊരു മടിയനായിട്ട് മാറി തുടങ്ങും. അങ്ങനെ സ്ഥിരമായിട്ട് നമുക്കൊരു ഒരു ഒരു എന്താണ് പല കാര്യങ്ങളും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി നമ്മൾ മാറും. നമ്മൾ വല്ലാണ്ട് ഉൾവലിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ തുടങ്ങി നമ്മുടെയൊക്കെ ലൈഫ് തുടങ്ങുന്നത്, ഒരു മനുഷ്യന്റെ എല്ലാവരുടെ ലൈഫ് ജീവിതം മെന്റലി ആൻഡ് ഫിസിക്കലി മാത്രം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും മെന്റലി തുടങ്ങുന്നത് നല്ലൊരു ശതമാനം ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും. പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്ന ഓരോ സ്റ്റേജിലും നമ്മുടെ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസ്, അതിനനുസരിച്ചാണ് നമ്മുടെ ബ്രെയിന് പിന്നെ ഈ വിഷയങ്ങളെ കാണുന്നതും മനസ്സിലാക്കുന്നതും അതിനെ ഫ്രെയിം ചെയ്തു വെക്കുന്നതും പ്രോഗ്രാം ചെയ്തു വെക്കുന്നതും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അത് നമുക്കിപ്പോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഏതൊക്കെ വഴിയിലൂടെ ഈ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. കാരണം അവിടെ നമുക്കൊരു എന്താ പറയാ ചില കേസുകളിൽ ഒരു എന്താ പറയാ ഒരു റൂൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എവിടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് പഠനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് റിക്കവറി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അസുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ റിക്കവറി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ടീച്ചിങ്ങിലായിക്കോട്ടെ പഠനങ്ങളിലായിക്കോട്ടെ, നമ്മുടെ ലൈഫിലെ എല്ലാ ഭാഗത്തും അല്ലെ, നമുക്ക് ഏത് റീജിയൻ എടുത്തു കഴിഞ്ഞാലും അവിടെ നമുക്ക് ബിഹേവിയറൽ ലേണിംഗ് ആൻഡ് റിക്കവറി ആൻഡ് മെന്റൽ ഹെൽത്ത്, അവർ ഫിസിക്കൽ ഹെൽത്ത് അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, എല്ലാ ഭാഗങ്ങളിലും ഈ പറയുന്ന എന്താണ് ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് അവിടെ എന്താണ് ഒരു ചേഞ്ചിനെ പറ്റി ഒരു റൂളിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഹെബ്സ് റൂൾ എന്ന് പറയുന്നത്, സെൽസ് ദാറ്റ് വയർ ടുഗദർ എന്ന് പറയുന്നത്. അപ്പൊ അത് കേട്ടിട്ടുണ്ടാകും പല ഒരു എന്താണ് ഹെബ്സ് റൂൾ ആണ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ആക്ടിവിറ്റി, ഒരു ന്യൂറോൺ ടു ന്യൂറോണിലേക്ക് വരുന്ന കണക്ഷൻ ഉണ്ടല്ലോ, ഈ കണക്ഷന് എത്രത്തോളം റിപ്പീറ്റഡ്ലി സ്റ്റിമുലസ് വരുന്നു,
ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ്. അതായത് ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു എക്സസൈസ് കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ മുതൽ നടക്കാൻ ശ്രമിക്കുകയാണ്. ഈ നടക്കാൻ ശ്രമിക്കുന്നതോട് പിന്നെ ഇന്നലെ ഞാൻ തോട്ട് പ്രോസസ്സ് ചെയ്യുന്നു. ഞാൻ രാവിലെ എണീക്കുന്നു, രാവിലെ എണീറ്റ് നടക്കുന്നു. ഈ രാവിലെ എണീറ്റ് നടക്കുമ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു സെറോട്ടോണിൻ ഫോം ചെയ്ത് തുടങ്ങും. ഭയങ്കര സന്തോഷം കിട്ടും. കാരണം എനിക്ക് ഞാൻ ചെയ്തത് പോസിറ്റീവാണ്. ആ പോസിറ്റീവായ കാര്യങ്ങളിൽ ഭയങ്കര സന്തോഷം കിട്ടും. ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നടക്കും. ഷോർട്ട് ടേം മെമ്മറി പോലെ തന്നെ അത് അവിടെ നിൽക്കുകയും ചെയ്യും. പിറ്റേ ദിവസം ഞാൻ അത് കൃത്യമായി ടാക്കിൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. അതിന്റെ എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്യേണ്ട പണിയാണ്. അതെന്റെ പണി തന്നെയാണ്. ആ എക്സ്പീരിയൻസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും പിറ്റേ ദിവസം ചെയ്യുന്നു. വീണ്ടും എനിക്ക് ആ ഒരു സെറട്ടോണിൻ ഡോപ്പമിൻ ഒക്കെ വരുന്നു. ഡോപ്പമിൻ ഹൈക്ക് വരുന്നു. യഥാർത്ഥത്തിലുള്ള നമ്മളൊരു സ്യൂഡോ ഡോപ്പമിൻ അല്ല, ഒരു ഫാൾസ് ഡോപ്പമിൻ അല്ല. അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സന്തോഷം കിട്ടുന്ന ഒരു ഫാൾസ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡോപ്പമിൻ അല്ല. സന്തോഷത്തോടെ നമുക്ക് കിട്ടുന്ന ഒരു ഡോപ്പമിനാണ്. ആ ഡോപ്പമിന് നമുക്ക് കൃത്യമായിട്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നടത്താൻ നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും 10 ദിവസം, 1 മാസം, 3 മാസം ഒക്കെ കണ്ടിന്യൂസ് ചെയ്യുന്നതോടെ ആ സിനാപ്റ്റിക് കണക്ഷൻസ് ഉണ്ടല്ലോ, 1 ന്യൂറോൺ ടു അനദർ ന്യൂറോണിലുള്ള ആ കണക്ഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സെൽസ് ദാറ്റ് ഫയർ ടുഗദർ ദാറ്റ് മേക്സ് വയർ ടുഗദർ. അപ്പൊ അത് ഒന്ന് നല്ല രീതിയിൽ സ്റ്റിമുലസ് കൊടുത്ത് ആ കണക്ഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് വയർ ടുഗദർ ആയി. പിന്നെ അത് ഒരുമിച്ചായി. പിന്നെ നമുക്ക് അത് സ്ഥിരമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിന്റെ ഭാഗമായി മാറും. അപ്പൊ ഇതാണ് നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ പറ്റി ഇന്ന് കൂടുതൽ പറയാനുള്ളത്. കാരണം ഈ വിഷയത്തിനെ പറ്റി ഒരുപാട് ദീർഘനേരം നമുക്ക് ഓൺലൈനിൽ സംസാരിച്ചിരിക്കാൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി പാടാണ്. കാരണം ഒരു ലെക്ചറിങ് ടൈപ്പാണ് ഇത്. നമുക്കൊരു ടോപ്പിക്കിൽ പല ഭാഗങ്ങളെ നമ്മുടെ കോൺസെപ്റ്റുകൾ പറയുന്ന പോലെയല്ല. ഇതിന് കൃത്യമായ രീതികളുണ്ട്. അതിന് ഓരോന്നും ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ ലെക്ചറിങ് ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നേരം ആകുമ്പോൾ ഒരു മൊത്തം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും. കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറിയൊരു ചടപ്പൊക്കെ തോന്നും. അപ്പൊ ഇതാണ് ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. കാര്യങ്ങൾ മനസ്സിലായോ എന്ന് കൂടി പറയാം. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് പറയാം. ഡോക്ടർ പറഞ്ഞ പോലെ ഈ can I ask? Sure. Hello? Sure, കേൾക്കാം, ചോദിച്ചോളൂ. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയില് 3 ഏരിയകൾ പറഞ്ഞു: കെമിക്കൽ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ. ഇത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കേസിൽ ആണോ സംഭവിക്കുന്നത്? യെസ്. അപ്പൊ ഈ നെഗറ്റീവ് കേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അഡിക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോ ഒരു കാര്യത്തിനായിട്ട് അഡിക്ഷൻ ആവുന്നതോ, നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതോ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതോ, ഇതെല്ലാം നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ പറഞ്ഞത്, ഈവൻ വാട്ട് എവർ ഇസ് എ നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മടിയായി കഴിഞ്ഞാലും, ഞാൻ രാവിലെ എണീറ്റ് നടക്കാൻ ഉദ്ദേശിക്കാനും, നമ്മൾ ന്യൂറോപ്ലാസ്റ്റിക്, നമ്മൾ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലല്ലോ. പ്രോസസ്സ് സെയിം ആണല്ലോ. അപ്പൊ ആ പ്രോസസ്സിന് നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്തായിരിക്കും, എക്സ്പീരിയൻസ് എന്തായിരിക്കും, അതിനനുസരിച്ചായിരിക്കും ബ്രെയിൻ അതിന് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈവൻ നെഗറ്റീവ് ആണെങ്കിൽ, അതൊരു അഡിക്ഷൻ ആയിക്കോട്ടെ, നമ്മൾ വെറുതെ നമ്മൾ സ്ക്രീൻ ടൈം യൂസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം വെറുതെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക, ബ്രെയിൻ റോട്ട് എന്നൊക്കെ പറയുന്നത്, ഇതിന്റെ എല്ലാം കോൺസെപ്റ്റും വരുന്നത് നെഗറ്റീവ്ലി എക്സ്പീരിയൻസസ് വന്ന് അതിനനുസരിച്ച് ബ്രെയിനിൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. സോ അതേപോലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, കെമിക്കൽസ് എന്ന് പറയുന്നത് അത് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലോ. അതെ, ഈ പറയുന്ന സെറട്ടോണിൻ ഉണ്ട്, ഗ്ലൂട്ടമേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡോപ്പമൈൻ ഉണ്ട്, അസറ്റിൽ കൊളൈൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കെമിക്കൽസ് വരും. ഇത് മാത്രമല്ല, ഇതൊക്കെ മെയിൻ സ്ട്രീമിൽ ഇത് വരുന്ന കെമിക്കൽസുകളാണ്. ഈ ഒരുപാട് കെമിക്കൽസ്, ന്യൂറോ കെമിക്കൽസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. തോട്ട്സ് ഫോം ചെയ്യാൻ വേണ്ടി, തോട്ട്സിന് ഈ പറയുന്ന കെമിക്കലിലൂടെയാണ് ഇത് നമുക്ക് തോട്ട്സ് വരുന്നത്. ഈ കെമിക്കൽ എക്സ്ചേഞ്ച്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ് എന്ന് അതിന് പറയാം. അപ്പൊ അതിലൂടെ തന്നെയാണ് നമുക്ക് തോട്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും ചോദ്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതോ മനസ്സിലായോ പറഞ്ഞു നിന്നത്? ക്ലാസ്സിന്റെ സ്വഭാവം എന്താണ് എല്ലാവരുടെയും അവസ്ഥ? ലേശം വൈകി പോയി ക്ലാസ്സിൽ കേറാനായിട്ട്, കുറച്ച് ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ട്. അതിന്റെ ഒരു ഓക്കെ, കുഴപ്പമില്ല.
ഡോക്ടർ ഇതേപോലെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു കോഴ്സ് ഉണ്ടോ? ഇതേപോലെ ഇപ്പൊ നമ്മൾ 5 days അങ്ങനെയുള്ള കോഴ്സുകൾ ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിലെ ഒരു ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തന്നെ നമ്മൾ ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെ ആലോചിക്കുന്നത്. അതൊരു സിസ്റ്റം ആയിട്ട്, കാരണം ഞാനൊരു ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ആദ്യം ചെയ്തിട്ട് അതിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഒരു കംപ്ലീഷൻ മിക്കവാറും ഓഫ്ലൈൻ ആയിരിക്കും. കാരണം നമുക്ക് ഓഫ്ലൈൻ എന്തായാലും വേണം, ഇങ്ങനത്തെ ടോപ്പിക്കുകൾ വരുമ്പോൾ ഓഫ്ലൈൻ സെഷൻ വേണ്ടി വരും. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ സർ, യെസ്, കേൾക്കാവോ? കേൾക്കാം. അതെ, ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആയി മാറാനൊരു ഏകദേശം ഒരു 4 മാസമൊക്കെ ആയി എടുക്കുമെന്ന്. അപ്പൊ ഈ കുട്ടികളുടെ കേസിൽ ഏകദേശം ഒരു 8 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടികളുടെ കേസിലാവുമ്പോഴും ഇതേ ടൈമിങ് തന്നെയാണോ നമ്മൾ? അല്ലല്ല, കുട്ടികളിൽ അത്രയും ഫാസ്റ്റ് ആയിരിക്കും. അതെ ആവും അല്ലെ? ഏകദേശം ഒരു ടൈമിങ് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാം, ഓരോ കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും നമ്മളിപ്പോ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ആണ് കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് ബിഹേവിയറൽ ചേഞ്ച് തന്നെ നമുക്ക് കുട്ടികളിൽ നോർമലി 10 to 15 days കൊണ്ടൊക്കെ തന്നെ മാറ്റങ്ങൾ വരും. അത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു 2 weeks ഒക്കെ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ബട്ട് അതിനൊക്കെ നമ്മളിപ്പോ ഈ പറയുന്ന ഇപ്പൊ ഒരു എന്താ പറയാ, നമ്മൾ നോർമലി ട്രഡീഷണലി അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് 21 days എന്നൊക്കെ പറയുന്നത്. അപ്പൊ 21 daysന്റെ സംഭവങ്ങൾ, അതുപോലെ തന്നെ 3 months 100 days. പക്ഷെ ഇത് എങ്ങനെയായാലും കുട്ടികളിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. കുട്ടികളിൽ ഞാൻ പറയുന്ന 21 days കണ്ടിന്യൂസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു കുട്ടികളിൽ ഫോണിലെ ഒരു അഡിക്ഷൻ കുട്ടികളിൽ മാറ്റണമെങ്കിൽ ഒരു 3 days ഒക്കെ നല്ല. ഇപ്പൊ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണോ, 10 വയസ്സിനാണെങ്കിൽ കുറച്ചുകൂടി, 5 വയസ്സൊക്കെ ആണെങ്കിൽ 3 days ഒക്കെ മതി. 3 ദിവസമൊക്കെ നമ്മൾ കാര്യമായിട്ട് ഒന്ന് കൂടെ ഇരുന്നാൽ തന്നെ 4ാം ദിവസം മുതൽ കുട്ടികൾ ഫോൺ ചോദിക്കാത്ത രീതിയിൽ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു 8 വയസ്സോ 10 വയസ്സോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 20 days ഒക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് അതൊരു കുട്ടികൾക്ക് അതിനുള്ള എക്സ്പോഷർ ഡിപ്പെൻഡ് ചെയ്യും. എത്ര സ്ട്രെങ്ത്തിലാണ് ആ സിനാപ്റ്റിക് കണക്ഷൻസ് ഫോം ചെയ്തിട്ടുള്ളത്, എത്ര സ്ട്രെങ്ത്തിലാണ് അത് കിടക്കുന്നത്. ഇൻ ഡെപ്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ ഇമോഷൻസ് അതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് എത്രത്തോളം അളവിലാണ് എന്നുള്ള വിഷയത്തിൽ ഡിപ്പെൻഡ് ചെയ്യും എത്ര സമയം അതിനത് റീവയർ ചെയ്യാൻ എടുക്കുമെന്ന് നമുക്ക് നോക്കാനും. പക്ഷെ എന്നാലും ഒരു പരിധി വരെ നമുക്കൊരു ആവറേജ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 10 to 15 days തന്നെ ഏകദേശം കുട്ടികളുടെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. യെസ്, ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. യെസ്, പറഞ്ഞോളൂ. സർ, ഈ റമദാൻ ടൈമില് നമ്മൾ നോമ്പൊക്കെ എടുക്കില്ലേ? അപ്പൊ 30 ദിവസം ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ എടുക്കും. പിന്നെ അങ്ങോട്ട് എടുക്കുമ്പോ ഭയങ്കര മടിയും എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു മൈൻഡ് സെറ്റ് ആണ്. അതില് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എന്തിനാണ് അത് എടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഓരോന്നിലും ഓരോ വിശ്വാസങ്ങളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ വിശ്വാസങ്ങളിലാണ് അതിന്റെ എനർജി കിടക്കുന്നത്. അപ്പൊ ആ ഒരു എനർജി നമുക്ക് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് വല്ലാത്തൊരു കഴിവുണ്ടാവണം എന്നുള്ളതാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റിൽ പ്രാക്ടീസിങ്ങിലൂടെ തന്നെയാണ്. അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. അത് കുഴപ്പമൊന്നുമില്ല. അത് ആ മൈൻഡ് സെറ്റ് നമ്മുടെ ആ ഒരു ടൈമിലുള്ളതും ആ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടുള്ള മൈൻഡ് സെറ്റിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിന്റെ പ്രോഗ്രാമിന്റെ പ്രശ്നമാണത്. അത് നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അത് നമുക്ക് ആ ഒരു അവയർനെസ് മധ്യത്തിൽ ഒരു ബേസിക് അവയർനെസ് കിട്ടിയാൽ തന്നെ ഈസി ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതും ന്യൂറോപ്ലാസ്റ്റിസിറ്റി തമ്മിൽ ബന്ധമൊന്നുമില്ല. അത് ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും എന്ന് വെച്ചാൽ അവിടെ ഒരു നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അറിവുകൾ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിൽ തന്നെയാണ് അത് വരിക. പക്ഷെ അത് നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് കറക്റ്റ് അല്ല, അതിനെ കൊണ്ടാണ്. അതാണ് അവയർനെസ് മാറിയത്. നമ്മളിപ്പോ ഒരു ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് ആ ഇൻഫോർമേഷൻസ് എന്തിനാണ് ഞാനിപ്പോ ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോ സ്കൂളിൽ പോകുന്ന ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, എന്തിനു പഠിക്കുന്നു എന്നുള്ളതിന് കൃത്യമായ ഇൻഫോർമേഷൻ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനും ചെയ്യാനും പറ്റുള്ളൂ. ഞാൻ പഠിക്കാൻ പോകുന്നത് അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത് എന്ന ഒരു ഇൻഫോർമേഷൻ ആ കൊടുത്തതെങ്കിൽ പിന്നെ സ്കൂളിൽ പോകാൻ എനിക്ക് മടിയായിരിക്കും. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുന്ന പോലെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ഇന്റൻഷൻ, അതിന്റെ ഉദ്ദേശത്തിന് അതിന്റെ ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് വെക്കണം. എന്തിനാണ് ഞാൻ ചെയ്യുന്നത്,
അപ്പൊ ആ ചെയ്യുന്നതിന്റെ ഇൻഫോർമേഷൻ കൃത്യമാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യും, ആ നല്ലൊരു എക്സ്പീരിയൻസ് റിപ്പീറ്റഡ്ലി അത് കൊടുക്കും. ആ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റഡ്ലി ചെയ്യാനും പറ്റും. താങ്ക് യു. യെസ്, ദാറ്റ് മീൻസ് സർ ഇപ്പൊ 30 days എന്ന് പറയുമ്പം 30 days എന്ന് പറഞ്ഞാൽ അത് കമ്പൽസറി ആയിട്ടുള്ളതാണ്. പിന്നെ അതിന് ശേഷം വരുന്നത് ഓപ്ഷണൽ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുമ്പോഴാണോ അതിനോടുള്ള താല്പര്യം ബുദ്ധിമുട്ട് വരുന്നത്? യെസ് യെസ് അല്ലേ? യെസ് യെസ് അതെ അതെ. അതാ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പറയൂ. ഇല്ല. വേറെ ആരെങ്കിലും നമുക്ക് എന്താണ് ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക്, ഞാൻ സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു വേ ഓഫ് രീതിയിലല്ല ഇന്നത്തെ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഒരു ലെക്ചറിങ് ടൈപ്പ് ആണ്. നമുക്കൊരു ക്ലാസ് എടുക്കുന്ന ഒരു കോൺസെപ്റ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മളൊരു ഒരു ഒരു ടോപ്പിക്കിൽ നമ്മൾ സെമിനാർ എടുക്കുന്ന പോലെയാണ് നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുത്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് തന്നെ ആയിരുന്നോ? എന്തെങ്കിലും കൂടുതൽ പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ആരെങ്കിലും പറയാം. ഒരു തിയറിറ്റിക്കൽ ആണെങ്കിലും വളരെ നല്ല ക്ലാസ് ആയി. കാരണം കുറെ ആശയങ്ങൾ, ഐഡിയകൾ കിട്ടാൻ സഹായിക്കും. അതേപോലെ ഇതിലൊരു ഡീറ്റെയിൽ ക്ലാസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയി. സാറ് പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് എന്നതിലുപരി ഒരു തിയറിറ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടോപ്പിക് ആണ്. സോ കുറച്ചുകൂടെ വൈഡ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാലും ഈ എക്സാമ്പിളുകൾ പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ക്വൈറ്റ് കംഫർട്ടബിൾ. താങ്ക് യു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞോളൂ ചാക്കോ. സാർ, ഈ നമ്മുടെ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഈ കണ്ടീഷനിങ് തന്നെയല്ലേ സാർ ഈ ന്യൂറോപ്ലാസ്റ്റിക്? അതിന്റെ ഒരു അത് തന്നെയല്ലേ? അതൊരു ക്ലാസിക്കൽ കണ്ടീഷൻ ഒക്കെ ചെയ്യുന്നത് ഒക്കെ നമ്മള് ഈ പറയുന്ന ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിനെ തന്നെയാണ്. കാരണം നല്ല എക്സ്പീരിയൻസ്, ഏത് തരത്തിൽ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക്. അപ്പോ ഇപ്പൊ ഒരു ക്ലാസിക്കൽ കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനിങ് ഒക്കെ പറയുന്ന സമയത്ത് അവിടെ അതിന്റെ റിസൾട്ടും അതിന്റെ സബ്ജക്റ്റും വെച്ചിട്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെ അത് നമ്മളിൽ വർക്ക്ഔട്ട് ആവുന്നു എന്നുള്ളത് ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് ആണ്. മനസ്സിലായല്ലേ? ഓക്കെ സാർ, ഓക്കെ താങ്ക് യു സാർ. അപ്പൊ അത് എങ്ങനെ വർക്ക്, നമ്മളിപ്പോ ഇതൊക്കെ ചെയ്യുന്നത്, നമുക്കിപ്പോ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ, നമ്മളൊരു എന്താ പറയാ, ഒരു കുട്ടിയെ നമ്മള് ഒരു റിവാർഡ് കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതായിക്കോട്ടെ, എന്തിനും ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അതൊക്കെ പറയുന്നത് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷൻസിനൊക്കെ പറയും, കണ്ടീഷനിങ് ഒക്കെ പറയുന്നത് അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും. അതെന്താണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും, ഇങ്ങനെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്ന ഒരു മെത്തേഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മൾ ബ്രെയിനിന് അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു, നമുക്കത് എന്ത് തരത്തിൽ ഇൻഫോർമേഷൻ തരുന്നു, നമ്മൾ അതിനെങ്ങനെയാണ് സ്ഥിരമായിട്ട് അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്, ആ കൊണ്ടുപോകുന്നതിലൂടെ ഉണ്ടാവുന്ന സ്ട്രക്ചറലായിട്ട് ഫംഗ്ഷനലായിട്ട് ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ചേഞ്ചസിനെ കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നോർമലി നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ പ്രായം കൂടുന്നതിനനുസരിച്ച് അതൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഇങ്ങനെ വരുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സംഭവം തന്നെ ഒന്ന് ഉറക്കമാണ്, സ്ലീപ്പാണ്. സ്ലീപ്പ്, അതുപോലെ തന്നെ ഡയറ്റ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇത് മൂന്നുമാണ് ഇതിൽ കൃത്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഉറക്കം കിട്ടുക എന്നുള്ള ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിന്, നല്ല രീതിയിൽ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് വരാനും നല്ല രീതിയിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുവരാനും. ഞാൻ ഇന്ന് രാത്രി പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്, പഠിക്കുന്ന സമയത്ത് ഒന്നും തലയിലോട്ട് കയറുന്നില്ല. പലപ്പോഴും നമ്മൾ പലരും പറയുന്നത് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും എന്ന് പറയും. അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ശരിയാവാനുള്ള കാരണം എന്താ വെച്ചാൽ, ഉറങ്ങി എണീക്കുന്നതിലൂടെ തന്നെ അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്, ഒരു റീഫ്രഷിങ് നടക്കുന്നുണ്ട്. അവിടെ നമ്മളൊരു സിസ്റ്റം റീഫ്രഷ് ചെയ്യുന്നതിന്റെ അതേ ക്വാളിറ്റി നമ്മൾ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്നതിലൂടെ നമ്മൾ ബ്രെയിനിന് കിട്ടുകയാണ്. അപ്പൊ ബ്രെയിന് വീണ്ടും ആ എനർജിന്ന് യൂസ് ചെയ്തിട്ട് അതേ കാര്യത്തിനെ റിപ്പീറ്റേഷൻ ചെയ്യാനും അതിനെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചസിലോട്ട് കൊണ്ടുവരാനൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു കാര്യത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സമയത്തെ നമ്മൾ യൂസ് ചെയ്യണം. സമയം നമ്മളിപ്പോ ഉറക്കത്തെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തിരിക്കണം.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ മാനേജ് ചെയ്തിരിക്കണം, സമയത്തെ മാനേജ് ചെയ്തിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റുകളും സ്ട്രെസ്സും. ഇപ്പൊ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഡയറ്റും അതേപോലെ തന്നെ ഉറക്കവും ഫിസിക്കൽ ആക്ടിവിറ്റി, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടേഴ്സ് ആണ്. അതിന് കൂടെ ഉള്ള ഒന്ന് തന്നെയാണ് മെന്റൽ ആക്ടിവിറ്റീസ് ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നു, എത്രത്തോളം നമ്മൾ ലോഡ് കൊടുക്കുന്നു, അത്രത്തോളം ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത്രത്തോളം നമുക്ക് ബോഡി കോൺസെൻട്രേഷനും എന്താണ് ഫോക്കസിങ് ഒക്കെ ഒരു നെഗറ്റീവ് രീതിയിലോട്ട് പോവുകയും മാക്സിമം അതിന്റെ ഒരു എന്താ പറയുക ഒരു ടൈം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാസ്റ്റ് ആക്കേണ്ട ഒരു സമയത്തിന് സ്ലോ ഡൗൺ ചെയ്യാൻ അതെന്ത് ചെയ്യും, ഈ സ്ട്രെസ് അതിനൊരു സിസ്റ്റമായി മാറും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം ഹാപ്പി മെന്റാലിറ്റിയിലും നമ്മളൊരു മൈൻഡ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിലും നമ്മൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉറക്കമൊക്കെ ഉറങ്ങി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ഒരു ഇന്റർവെല്ലൊക്കെ കീപ്പ് ചെയ്ത് സമയത്തിനൊക്കെ ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്ത് ഡിസിപ്ലിൻ ഒക്കെ കീപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അയാൾക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ ഈസി ആയിരിക്കും. ഇന്നോവേറ്റീവ് ഐഡിയാസ് അയാൾക്ക് വരുന്ന രീതികൾ വേറെ ആയിരിക്കും. അപ്പൊ ഈ നമ്മുടെ ലൈഫിനെ പ്രോഗ്രഷനിലേക്കും പ്രോഗ്രസീവ് ഗ്രോത്തിലേക്ക് നയിക്കാൻ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിന് നല്ലൊരു റോൾ തന്നെ ഉണ്ട്. നമ്മൾക്ക് ഒരു ലൈഫിൽ ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു കോൺസെപ്റ്റിന് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ എന്തൊക്കെയാണ് ഈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എന്റെ ബ്രെയിനിനെ ചിന്തിപ്പിക്കാൻ, എന്റെ ബ്രെയിനിലേക്ക് എനിക്കൊരു ആക്സസ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ധാരണകൾ നമുക്ക് ഇതിന് കൃത്യമായ തിയററ്റിക്കൽ വേകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസിനെയും നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ബയോ ഹാക്കിംഗ് എന്ന് പറയാം. അതൊരു ബയോ ഹാക്കിംഗ് ആണ്. അപ്പൊ ആ ബയോ ഹാക്കിങ്ങിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിനെ മാക്സിമം കളർഫുൾ ആക്കി എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ ഇതാണ് ഈ ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസിൽ. അപ്പൊ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഡിസിപ്ലിൻഡ് ആവുക എന്ന് പറയുന്നതോ, ബേസിക് റൂട്ടീൻസിനെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതോ, ഡയറ്റ്, ഫുഡ്, ഉറക്കം എല്ലാത്തിനും നമ്മൾ കറക്റ്റ് ചെയ്യും. മെന്റൽ ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ട് ഇതെല്ലാത്തിനെയും ഒത്തുചേർത്തുകൊണ്ട് നമ്മൾ നല്ലൊരു ലൈഫ് മുന്നോട്ട് നയിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ സക്സസിലോട്ട് എത്തിക്കാം എന്നുള്ളതിന്റെ ഒരു ഈസി വേ ആണ് ഈ ന്യൂറോപ്ലാസ്റ്റിന്റെ കൂടെ നമ്മൾ ഈ ഒരു ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അതിൽ കൂടുതൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇൻഡെപ്തിൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ന്യൂറോപ്ലാസ്റ്റിക് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന പാറ്റേൺസിനെ പറ്റി പറയും, ഹാബിറ്റ്സിനെ പറ്റി പറയുന്നു, അത് ഫോം ചെയ്യുന്ന രീതികൾ പറയുന്നു. അപ്പൊ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാവേണ്ടത്, ഇതൊക്കെ നമ്മൾ ബിലീഫ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, അതേപോലെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ചിന്തകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ബേസ് ചെയ്യുന്നു, ഇതെല്ലാത്തിന്റെയും അണ്ടർ എന്ന് പറയുന്നത് ശരിക്കും ന്യൂറോപ്ലാസ്റ്റിക്കിന്റെ ചേഞ്ചസിന്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ ചിന്തകളും ബിലീഫ് സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഞാൻ ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ പോവുകയാണ്, ഒരു സീരീസ് പോലെ ഇങ്ങനെ പോകുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ദിവസം ഓരോ തിങ്കളാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം ഒരു കോഴ്സ് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് അതും നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് ഡെപ്തിലോട്ട് എത്തൂല, അതൊരു ഭാഗമായിരിക്കും. അതിനുശേഷം നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ശേഷമൊക്കെ നമുക്കൊരു 2-3 സെഗ്മെന്റുകളായിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് അത് ജോയിൻ ചെയ്യാം. മുന്നോട്ട് നമുക്ക് പോകാം, കൂടുതൽ അറിവുകൾ നമുക്ക് നേടാം. പഠനങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തന്നെ വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്. വെറുതെ എന്തൊക്കെയോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതശൈലി അല്ല ഇനി നമുക്ക് വേണ്ടത്. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വേണം, ചിന്തകൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വേണം. ആ മാറ്റങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിയും. അതായത് ഒരു 1939 സമയങ്ങളിൽ TV വന്ന സമയത്ത് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അന്നുള്ള ഏതോ ഒരു പത്രത്തിൽ ഞാനിപ്പോ ഇന്നാണ് ഞാൻ അതിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ആ ഒരു കാലഘട്ടം ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് ആളുകൾ ആർട്ടിക്കിളായിട്ട് എഴുതിയിരുന്നത് ആരാ ഇപ്പൊ TV ഒക്കെ കാണാൻ പോകുന്നത്, നമ്മളെ ജോലിയൊക്കെ എല്ലാം ഒഴിവാക്കി ആ TVന്റെ മുമ്പിൽ ഇരുന്ന് കൈയും കെട്ടി കൈനെ കൊണ്ട് ഒരു പണി എടുക്കാതെ കാലിനെ കൊണ്ട് ഒരു പണി എടുക്കാതെ എങ്ങനെയാണ് TVന്റെ മുമ്പിൽ ഇരിക്കുക എന്ന ചോദ്യം ചോദിച്ചതിൽ നിന്ന് ഇന്ന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം. അപ്പൊ ഈ മാറ്റങ്ങളിലേക്ക് നമ്മളെ സഹായിക്കുന്നത് ന്യൂറോപ്ലാസ്റ്റിക് ചേഞ്ചസ് ആണ്. അപ്പൊ നമ്മുടെ ചേഞ്ചസ് എന്ന് പറയുന്നത്
ഇത് നമുക്ക് റീവയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ തലച്ചോറ് നമ്മൾ റീവയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ന്യൂറോൺസ് പുതിയ കാര്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, പുതിയ ഓപ്ഷൻസ് വരുമ്പോൾ, പുതിയ അറിവുകൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മളും കൂടെ കൂടെ നിൽക്കണം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് മടിയനായിട്ട് നമ്മളൊന്നും ചെയ്യാതെ ഞാൻ ചെയ്യുന്നതിൽ ഒരുപാട് നെഗറ്റീവ്സ് കണ്ടെത്തി നമ്മൾ ഒരുപാട് ദേഷ്യവും വെറുപ്പും നമ്മളെ ഇമോഷൻസിന് വാല്യൂ കൊടുത്ത് നമ്മൾ അങ്ങ് മാറുമ്പോൾ ഒരു പരിധി വരെ അത് സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, പുതുതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, പഴയ കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, പഴയ എക്സ്പീരിയൻസസ് തന്നെ പാറ്റേൺ ആയി മാറുന്നു, പഴയ എക്സ്പീരിയൻസസ് തന്നെ ഹാബിറ്റായി മാറുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളുടെ മാത്രം തെറ്റുകളാണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ മാറ്റണമെങ്കിൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബേസിക് സ്പേസ് തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ ടോപ്പിക്കുകൾ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബാക്കി എന്ത് വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. നമുക്ക് ഗ്രൂപ്പിൽ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓക്കെ, ഗുഡ് നൈറ്റ് സാർ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു സർ.